അടുത്തത് നമുക്ക് ഡെൻസിറ്റി എന്ന് പറഞ്ഞ ടോപ്പിക് നോക്കാം. എന്താണ് ഡെൻസിറ്റി? യെസ്, ഡെൻസിറ്റി ഈസ് ദ മെഷർമെൻറ്റ് ഓഫ് ഹൗ ടൈറ്റ്ലി മെറ്റീരിയൽ ഈസ് പാക്ഡ് ടുഗദർ. അതായത് എത്ര ടൈറ്റ് ആയിട്ടാണ് നമ്മളുടെ ഒരു ഒബ്ജക്റ്റ് അല്ലെങ്കിൽ ഒരു സബ്സ്റ്റൻസ് അതിനകത്തുള്ള പാർട്ടിക്കിൾസ് പാക്ക് ചെയ്തേക്കുന്നത്. അതിനാണ് നമ്മൾ ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ മാസ് പെർ യൂണിറ്റ് വോളിയം. അതായത് ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്യുക, ഒരു ഒബ്ജക്റ്റിനകത്ത് ഒരു യൂണിറ്റ് വോളിയം നമ്മൾ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര മാസ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് എത്ര എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ട്. അതാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ഒരു മെറ്റീരിയൽ എത്ര ടൈറ്റ്ലി പാക്ക് ചെയ്തു എന്നാണ് നമ്മൾ ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ആസ് പെർ ദ ഡെഫിനിഷൻ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ബൈ വോളിയം. Density is equal to mass by volume. Okay, so നമ്മൾ മാസ് എന്താണെന്നും വോളിയം എന്താണെന്നും ഓൾറെഡി നോക്കിക്കഴിഞ്ഞു. ഇനി അതിൻ്റെ യൂണിറ്റ്, മാസിൻ്റെ യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബാണ് നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ഇനി മെയിൻലി നമുക്ക് 3 types ഓഫ് ഡെൻസിറ്റീസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ലീനിയർ ചാർജ് ഡെൻസിറ്റി, സെക്കൻഡ് വൺ സർഫസ് ചാർജ് ഡെൻസിറ്റി ആൻഡ് തേർഡ് വൺ ഈസ് വോളിയം ചാർജ് ഡെൻസിറ്റി. ഫസ്റ്റ് വൺ ലീനിയർ ചാർജ് ഡെൻസിറ്റി. ലീനിയർ ചാർജ് ഡെൻസിറ്റി നമ്മൾ ഡിനോട്ട് ചെയ്യുന്ന ലാംഡ എന്ന ഗ്രീക്ക് ലെറ്റർ കൊണ്ടാണ്. സോ ലീനിയർ ചാർജ് ഡെൻസിറ്റി ലാംഡ ഇസ് ഈക്വൽ ടു മാസ് പെർ യൂണിറ്റ് ലൈൻ. ആ ലീനിയർ എന്നുള്ള വേർഡിൽ നിന്ന് തന്നെ നമുക്കറിയാം ഒരു ലൈനിലുള്ള ഡെൻസിറ്റിയാണ് നമ്മൾ നോക്കുന്നത്. സോ ലീനിയർ ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഡെൻസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ മതി. സോ ഇറ്റ് ഈസ് മാസ് പെർ യൂണിറ്റ് ലെങ്ത്. അതായത് ഒരു യൂണിറ്റ് ലെങ്ത് എടുത്തു കഴിഞ്ഞാൽ അതിലെന്തൊരു മാസ് ഉണ്ട്, അതാണ് നമ്മൾ ലീനിയർ ചാർജ് ഡെൻസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് അതിൻ്റെ യൂണിറ്റ് വരുന്നത് മാസിൻ്റെ കിലോഗ്രാമും ലെങ്ത്തിൻ്റെ മീറ്ററും. സോ കിലോഗ്രാം പെർ മീറ്റർ ആയിരിക്കും ലീനിയർ ചാർജ് ഡെൻസിറ്റിയുടെ യൂണിറ്റ്. ആൻഡ് ഡയമെൻഷൻ നോക്കിക്കഴിഞ്ഞാൽ മാസിൻ്റെ ഡയമെൻഷൻ എന്താണ്? എം ആണ്. സോ ദെൻ ഞാൻ ഇവിടെ ചെയ്ത് കാണിക്കാം. ലീനിയർ ചാർജ് ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ മാസ് ബൈ ലെങ്ത് ആണ് അല്ലേ. സോ അതിൻ്റെ ഡയമെൻഷൻ വരുമ്പോഴത്തേക്കും എം ബൈ എൽ, ദാറ്റ് ഈസ് ml raised to -1. So this is the dimension of linear charge density. ഇനി നമുക്ക് സർഫസ് ചാർജ് ഡെൻസിറ്റി നോക്കാം. സർഫസ് ചാർജ് ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിഗ്മ എന്ന് പറഞ്ഞ ഗ്രീക്ക് ലെറ്റർ ആണ് യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് നമ്മൾ സർഫസ് ചാർജ് ഡെൻസിറ്റി പേര് പോലെ തന്നെ സർഫസിൻ്റെ ഡെൻസിറ്റിയാണ് ഇവിടെ നമ്മൾ നോക്കുന്നത്. സോ സർഫസിൻ്റെ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അവിടെ ഏരിയ ആയിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. സോ മാസ് ബൈ ഏരിയ ആണ് സർഫസ് ചാർജ് ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ. ദെൻ യൂണിറ്റ് വരുമ്പോൾ മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ഏരിയയുടെ യൂണിറ്റ് മീറ്റർ സ്ക്വയർ. സോ കിലോഗ്രാം പെർ മീറ്റർ സ്ക്വയർ. ഇനി ഡയമെൻഷൻ എഗെയിൻ നമ്മൾ നേരത്തെ ചെയ്ത പോലെ മാസ് ബൈ ഏരിയ ആയിരുന്നു. സോ ഡയമെൻഷൻ വരുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എം, ഏരിയയുടെ ഡയമെൻഷൻ എൽ സ്ക്വയർ. സോ എം എൽ റേസ് ടു -2 ഇതാണ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വോളിയം ചാർജ് ഡെൻസിറ്റി. നമ്മൾ പേര് പോലെ തന്നെ വോളിയം വെച്ചിട്ടുള്ള കേസാണ് നമ്മളിവിടെ എടുക്കുന്നത്. സോ ഒരു ഒബ്ജക്റ്റിൻ്റെ മാസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ഒരു യൂണിറ്റ് വോളിയം കൺസിഡർ ചെയ്താൽ അവിടെ എത്ര മാസ് ഉണ്ട്. നമ്മൾ നോർമലി ഡെൻസിറ്റി ഡിഫൈൻ ചെയ്യുന്നത് ഈ വോളിയം ചാർജ് ഡെൻസിറ്റി വെച്ചിട്ടാണ്. ആൻഡ് അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ റോ ആണ്, ഗ്രീക്ക് ലെറ്റർ റോ. ആൻഡ് നോർമലി ഡെൻസിറ്റി ഡിനോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ റോ എന്ന് പറഞ്ഞ ലെറ്ററാണ് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് നമ്മൾ യൂഷ്വലി കൺസിഡർ ചെയ്യുന്ന വോളിയം ചാർജ് ഡെൻസിറ്റി ആയതുകൊണ്ട്. സോ
It is equal to mass by unit volume. So mass-ന്റെ യൂണിറ്റ് കിലോഗ്രാം, വോളിയത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ക്യൂബ്. സോ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് വരും. ദെൻ ഡയമെൻഷൻ വരുമ്പോൾ മാസിൻ്റെ ഡയമെൻഷൻ m and divided by വോളിയത്തിൻ്റെ ഡയമെൻഷൻ L cube. So m L raised to -3. ഇതാണ് വോളിയം ചാർജ് ഡെൻസിറ്റിയുടെ ഡയമെൻഷൻ. നെക്സ്റ്റ് ഈസ് സ്പെസിഫിക് ഗ്രാവിറ്റി. സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന ടേമിനേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഫെമിലിയർ റിലേറ്റീവ് ഡെൻസിറ്റി ആയിരിക്കും അല്ലേ? സോ റിലേറ്റീവ് ഡെൻസിറ്റീനെ തന്നെയാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡയമെൻഷണൽ ക്വാണ്ടിറ്റി. കാരണം നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് റേഷ്യോ ബിറ്റ്വീൻ ഡെൻസിറ്റി ഓഫ് എ സബ്സ്റ്റൻസ് ആൻഡ് ഡെൻസിറ്റി ഓഫ് വാട്ടർ. അതായത് നമ്മൾ നോർമലി ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു കേസ് വെച്ചിട്ടാണ് നമ്മൾ ഈ റിലേറ്റീവ് എന്നുള്ള ലൈക്ക് കാര്യങ്ങൾ നോക്കുന്നത്. സോ ഇവിടെ റിലേറ്റീവ് ഡെൻസിറ്റി കാണാനായിട്ട് നമ്മൾ ഡെൻസിറ്റി ഓഫ് വാട്ടർ വെച്ചിട്ടാണ് നമ്മളുടെ സബ്സ്റ്റൻസിൻ്റെ ഡെൻസിറ്റിനെ കമ്പയർ ചെയ്യുന്നത്. സോ ഇതൊരു റേഷ്യോ ആയതുകൊണ്ട് തന്നെ അതിന് യൂണിറ്റ് ഉണ്ടാവില്ല ആൻഡ് ഓൾസോ ഇറ്റ് വിൽ ബി ഡയമെൻഷൻലെസ്. സോ നമുക്ക് ഡെഫിനിഷൻ നോക്കാം. It is defined as the ratio of density of a substance to the density of water at a specified temperature. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ വാട്ടറിൻ്റെ ഡെൻസിറ്റിയും ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിയും തമ്മിലുള്ള ഒരു റേഷ്യോനാണ് നമ്മൾ സ്പെസിഫിക് ഗ്രാവിറ്റി ഓർ റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ ഇത് കാണാനുള്ള ഇക്വേഷൻ ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് റോ വെച്ചിട്ടാണ്. റോ ഓഫ് ഒബ്ജക്റ്റ് ഡിവൈഡഡ് ബൈ റോ ഓഫ് H2O. ആൻഡ് നമ്മൾ വാട്ടർ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നോർമലി അറ്റ് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിനെയാണ് നമ്മൾ ഇതിനകത്ത് ഡെൻസിറ്റി ആയിട്ട് യൂസ് ചെയ്യുന്നത്. ബിക്കോസ് 4 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മളുടെ വാട്ടറിന് മാക്സിമം ഡെൻസിറ്റി ഉണ്ടാവുക ആൻഡ് ദാറ്റ് വിൽ ബി 1000 കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ്. സോ അതുകൊണ്ട് തന്നെ നോർമലി ഡെൻസിറ്റി ഓഫ് വാട്ടർ എന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 4 ഡിഗ്രി സെൽഷ്യസിലുള്ള വാട്ടറിൻ്റെ ഡെൻസിറ്റിയാണ്. ഓക്കെ, ഇതിനെ റിലേറ്റ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ലൈക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്കത് നോക്കാം. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിലേറ്റീവ് ഡെൻസിറ്റി എന്ന് ചോദിക്കാവുന്ന ഒരു ലൈക്ക് ഇക്വേഷൻസ് ആണ്, ലൈക്ക് ക്വസ്റ്റ്യൻസ് റിലേറ്റ് ചെയ്തുള്ള ഇക്വേഷനാണിത്. ഇഫ് 2 liquids ഓഫ് സെയിം മാസ്, നമുക്ക് നോർമലി റിലേറ്റീവ് ഡെൻസിറ്റി അല്ലെങ്കിൽ സ്പെസിഫിക് ഗ്രാവിറ്റി കാണാൻ ചോദിച്ചാൽ എളുപ്പമാണ് അല്ലേ? ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റിയും വാട്ടറിൻ്റെ ഡെൻസിറ്റിയും അറിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. ബട്ട് ഇനിയിപ്പോൾ ഒരു കേസ് പറയാണ്, ഇഫ് 2 liquids ഓഫ് സെയിം മാസസ് ബട്ട് ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ആർ മിക്സ്ഡ്. അതായത് നമുക്ക് 2 ലിക്വിഡ് ഉണ്ട്. ഈ 2 ലിക്വിഡിൻ്റെ മാസ് സെയിം ആണ്, പക്ഷേ അതിൻ്റെ ഡെൻസിറ്റീസ് ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ മാസ് ഓഫ് ഫസ്റ്റ് ഒബ്ജക്റ്റ് M1ഉം മാസ് ഓഫ് സെക്കൻഡ് ഒബ്ജക്റ്റ് M2 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു M. ഓക്കെ, ദെൻ ഡെൻസിറ്റി ഡിഫറെൻ്റ് ആണ്. ഫസ്റ്റ് ഒബ്ജക്റ്റിൻ്റെ റോ 1ഉം സെക്കൻഡ് ഒബ്ജക്റ്റിൻ്റെ ഡെൻസിറ്റി റോ 2ഉം ആണ്. സോ ഇവർ തമ്മിൽ ഈ 2 ലിക്വിഡ്സ് തമ്മിൽ നമ്മൾ മിക്സ് ചെയ്യാണ്. സോ അങ്ങനെ മിക്സ് ആയിക്കഴിഞ്ഞാൽ ഈ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ദാറ്റ്സ് എ ക്വസ്റ്റ്യൻ. സോ അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് റോ എം, ദാറ്റ് ഈസ് ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ ഈസ് ഈക്വൽ ടു 2 റോ 1 റോ 2 divided by rho 1 plus rho 2. സോ നമുക്ക് ഈക്വൽ മാസും ഡിഫറെൻറ്റ് ഡെൻസിറ്റിയും ഉള്ള 2 ഒബ്ജക്ട്സ് നമ്മൾ മിക്സ് ചെയ്യുന്ന ഒരു കേസ് വന്നാൽ എഫക്റ്റീവ് അല്ലെങ്കിൽ ആ മിക്സ്ചറിൻ്റെ ഡെൻസിറ്റി കാണാനായിട്ട് നമ്മൾ ഈ ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. റോ എം ഈസ് ഈക്വൽ ടു 2 റോ 1 റോ 2 ബൈ റോ 1 പ്ലസ് റോ 2. വെരി ഇമ്പോർട്ടൻറ്റ്. ദെൻ ഇതുപോലെ തന്നെ വേറൊരു കേസാണ്, നമുക്ക് 2 ലിക്വിഡ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് മാസ് ഇവിടെ നമ്മൾ വോളിയത്തിൻ്റെ കേസാണ് എടുക്കുന്നത്. അതായത് രണ്ടിൻ്റെ വോളിയം സെയിം ആണ് ബട്ട് അഗെയിൻ ഡിഫറെൻറ്റ് ഡെൻസിറ്റീസ് ആണ്.
സോ വോളിയം സെയിം ആണ്, V1ഉം V2ഉം ഈക്വൽ ആണ്. ദെൻ ഈ കേസിൽ അഗെയിൻ ഫസ്റ്റിൻ്റെ ഡെൻസിറ്റി ρ1ഉം സെക്കൻഡ് ലിക്വിഡിൻ്റെ ഡെൻസിറ്റി ρ2ഉം ആണെങ്കിൽ അഗെയിൻ നമ്മൾ ഈ ഒരു ലൈക്ക് ഈ രണ്ട് ഡിഫറെൻറ്റ് ഡെൻസിറ്റിയും ഈക്വൽ വോളിയമുള്ള രണ്ട് ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്താൽ വാട്ട് വിൽ ബി ദ ഡെൻസിറ്റി ഓഫ് ദ മിക്സ്ചർ? അത് കണ്ടുപിടിക്കാൻ നമ്മളിവിടെ യൂസ് ചെയ്യുന്ന ഇക്വേഷനാണ് ρV ഇസ് ഈക്വൽ ടു ρ1 പ്ലസ് ρ2 ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ρ1 പ്ലസ് ρ2 ഡിവൈഡഡ് ബൈ 2. സോ ഈ രണ്ട് കേസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് കേസ് സെയിം മാസ് ബട്ട് ഡിഫറെൻറ്റ് ഡെൻസിറ്റി, ആൻഡ് സെക്കൻഡ് കേസ് സെയിം വോളിയം ബട്ട് ഡിഫറെൻറ്റ് ഡെൻസിറ്റി. സോ ഇത് വെച്ച് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ടു സബ്സ്റ്റൻസ് ഓഫ് ഡെൻസിറ്റീസ് ρ1 ആൻഡ് ρ2 ആർ മിക്സ്ഡ് ഇൻ ഈക്വൽ വോളിയം ആൻഡ് ദെയർ റിലേറ്റീവ് ഡെൻസിറ്റി ഈസ് 4. അപ്പോൾ രണ്ട് ഡെൻസിറ്റീസ് ഉണ്ട്, ρ1 ρ2, ഈക്വൽ വോളിയമാണ്. ഈ കേസിൽ വോളിയം സെയിം ആണ്, V1ഉം V2 ഈക്വൽ ടു V ആണ്. ദെൻ റിലേറ്റീവ് ഡെൻസിറ്റി, ഇവിടെ നമുക്ക് റിലേറ്റീവ് ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ ρV ഇസ് ഈക്വൽ ടു 4 തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി സെക്കൻഡ് കേസ്, വെൻ ദേ ആർ മിക്സ്ഡ് ഇൻ ഈക്വൽ മാസസ്. ഇനി സെയിം കേസ് നമ്മൾ ഈക്വൽ മാസിൻ്റെ കേസ് എടുത്താൽ M1 ഈക്വൽ ടു M2 ഈക്വൽ ടു M, ദാറ്റ് ഈസ് മാസ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ആ കേസിൽ റിലേറ്റീവ് ഡെൻസിറ്റി ρm ഇസ് ഈക്വൽ ടു എന്താണ് 3 ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് ρ1 ആൻഡ് ρ2. ഇതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പ്രീവിയസ്ലി നോക്കിയ രണ്ട് ഇക്വേഷൻസും കൂടി കമ്പൈൻ ചെയ്തിട്ട് അപ്ലൈ ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. സോ നമുക്ക് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് ρVയുടെ ഇക്വേഷൻ എഴുതാം. ρV ഇസ് ഈക്വൽ ടു എന്തായിരുന്നു? ρ1 പ്ലസ് ρ2 ബൈ 2. ρ1 പ്ലസ് ρ2 ബൈ 2. ആൻഡ് ഇതിൽ നമ്മൾ ρV എന്ന് പറഞ്ഞാൽ 4 ആണ്, ഈക്വൽ ടു ρ1 പ്ലസ് ρ2 ബൈ 2. ദെൻ ഈ 2 ഓപ്പോസിറ്റ് സൈഡിൽ എടുക്കാം. ദെൻ വി വിൽ ഗെറ്റ് ρ1 പ്ലസ് ρ2 ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 2 8. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, ഇനി നമുക്ക് ρmൻ്റെ കേസ് നോക്കാം. ρm ഈസ് ഈക്വൽ ടു 2 ρ1 ρ2 ബൈ ρ1 പ്ലസ് ρ2. ρm is equal to 2 ρ1 ρ2 divided by ρ1 plus ρ2. ഓൾറെഡി നമുക്ക് ρ1 plus ρ2 കിട്ടിയിട്ടുണ്ട്, ആൻഡ് ρmൻ്റെ വാല്യൂം അറിയാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ρm എന്ന് പറഞ്ഞാൽ 3 ആണ്, is equal to 2 ρ1 ρ2 divided by ρ1 plus ρ2 എന്താണ്? 8 ആണ്. Then 2 ρ1 ρ2 is equal to 8 into 3 24, or ρ1 into ρ2 is equal to 24 by 2, that is 12. So ഇത് നമ്മളുടെ സെക്കൻഡ് ഇക്വേഷൻ ആണ്. ഇനി നമുക്ക് ജസ്റ്റ് നോക്കാം. അതായത് ρ1ൻ്റെയും റോ1നും റോ2ഉം കൂടി സം ചെയ്താൽ 8ഉം മൾട്ടിപ്ലൈ ചെയ്താൽ 12ഉം കിട്ടും. Then what will be the numbers? And നമുക്ക് എളുപ്പത്തിന് ലൈക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസിൽ ഫസ്റ്റ് ഓപ്ഷൻ 6ഉം 2ഉം ആണ്. 6 plus 2 is 8 and 6 into 2 is 12. So ρ1ൻ്റെയും റോ2ൻ്റെയും വാല്യൂ 6ഉം 2ഉം ആണ്. ആൻഡ് ജസ്റ്റ് നമുക്ക് ബാക്കിയുള്ള ഓപ്ഷൻസ് ജസ്റ്റ് ചെക്ക് ചെയ്യാം. 3 into 5 15 ആണ്. 12 into 4ഉം 9 into 3ഉം ചെയ്താൽ നമുക്ക് 12 കിട്ടില്ല. So therefore option A is the right answer. സോ 6ഉം 2ഉം ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. സോ ഓപ്ഷൻ എ.